ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ അനുമോൾ, ആദില, നൂറ അവർ തമ്മിലുള്ള ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യുന്നതും അവർ തമ്മിലുള്ള കുറ്റങ്ങളും കുറവുകളൊക്കെ തന്നെ പരിഹരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ലൈവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് അന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ എൻ്റെ ഒപ്പം നിന്നിട്ട് കള്ളസ്നേഹമാണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതല്ലാതെ വേറൊന്നും ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എനിക്കത് മാത്രമല്ല, ഞാൻ പുറത്തിറങ്ങിയാലും ഞാൻ നിങ്ങളോട് മിണ്ടും. ഇനിയിപ്പം 99 ദിവസം വരെ ഞാൻ ചിലപ്പോൾ നിൽക്കത്തുള്ളൂ, അത് കഴിഞ്ഞാലും ഞാൻ ഇവിടെ നിൽക്കത്തില്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ, എന്നെ അവർ പുറത്താക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് അക്ബറിനെ വിജയിപ്പിക്കും ബിഗ് ബോസ് എന്നുള്ള രീതിയിലാണ് അനുമോൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇൻഡയറക്റ്റ്ലി. എന്തായാലും നിങ്ങൾ പണിയൊക്കെ ചെയ്യാൻ മടിയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ വീട്ടിൽ വിറക് വെട്ടും, അതേപോലെ തന്നെ 100 തേങ്ങ വരെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പൊതിക്കും, അതൊക്കെ എനിക്കിഷ്ടമാണ്. അതേപോലെ തന്നെ അത് പറയുമ്പോൾ തന്നെ പൊട്ടിക്കരയുന്ന അനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ റബ്ബർ പാൽ എടുത്തിട്ടുണ്ടോ? ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ റബ്ബർ പാൽ എടുത്ത് ഷീറ്റ് അടിച്ച് ഞാൻ കടയിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ തന്നെ ചോദിക്കുന്ന അനുമോളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ അങ്ങനെ പരിഹരിക്കാൻ വേണ്ടിയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് അക്ബറിനെ ഒന്ന് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അക്ബറൊക്കെ എനിക്കിട്ട് പണി തരാൻ വേണ്ടി മാക്സിമം നോക്കുന്നതാണ്, ആ ഒരു പാത്രങ്ങളൊക്കെ എനിക്കിട്ട് മാക്സിമം പണി തരുന്നതാണ് എന്നുള്ള രീതിയിലാണ് അതിന് പറയുന്നത്. എന്തായാലും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പം ഏകദേശം സോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു പഴയ ശത്രുക്കളെ അവരുടെ അതേതായിട്ടുള്ള സ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്ന അനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഒന്നും മിണ്ടാതെ എല്ലാവരോടും ഒരു ചെറു പുഞ്ചിരി മാത്രം കൊടുക്കുന്ന അനീഷിനെ നമുക്കിപ്പോൾ ലൈവിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു.